നമസ്കാരം. ഞങ്ങളെ തൃശ്ശൂർ ചിറക്കക്കോട് എന്ന സ്ഥലത്ത് എളങ്ങള്ളൂർ മന അവിടെ ഈ വരുന്ന ഏപ്രിൽ 28 മുതൽ മെയ് 5 വരെ സോമയാഗം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം അവരുടെ എളങ്ങള്ളൂർ മനയുടെ കോമ്പൗണ്ടിലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാം. ഞാനും കുട്ടനുണ്ട്. കുട്ടനാണ് ഇപ്പോൾ ക്യാമറമാൻ. അവിടെ എത്തിയതിന് ശേഷം ക്യാമറ കുട്ടൻ്റെ കയ്യിൽ തരും. അപ്പോൾ യാഗഭൂമിയിലേക്കാണ് യാത്ര. യാഗം അടുത്ത ആഴ്ച മുതൽ, അടുത്ത ഞായറാഴ്ച മുതലാണ് അവിടെ സോമയാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഇതൊക്കെ അവിടെ എത്തിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പം ഞങ്ങൾ യാഗശാലയിലെത്തി. ഇതാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. പുറത്തുനിന്ന് കൂടുതൽ വിഷ്വൽസ് കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക. വീണ്ടും ഞാൻ ഡേറ്റ് പറയണു, ഏപ്രിൽ 28 മുതൽ മെയ് 5 വരെ. സോമരസം മുഖ്യാവിസായി അഗ്നിയിൽ ഹോമിക്കുന്ന യജ്ഞമാണ് അഗ്നിഷ്ടോമ സോമയാഗം. വസന്തഋതുവിലെ, അതായത് മീന മേടമാസങ്ങളിലെ ഉത്തരായനവും വെളുത്ത പക്ഷവും ദേവനക്ഷത്രവും കൂടിയ ശുഭവേളയിലാണ് യാഗം ആരംഭിക്കുന്നത്. യജ്ഞങ്ങൾ മനുഷ്യനെ ദേവനാക്കി ഉയർത്തുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. വൈദികം, താന്ത്രികം എന്നിങ്ങനെ യജ്ഞങ്ങൾ 2 വിധത്തിലുണ്ട്. വൈദിക യജ്ഞത്തിൽ ഏറ്റവും പ്രധാനം സോമയാഗം തന്നെ. ഹവിർ യജ്ഞങ്ങളിൽ ആദ്യത്തേതാണ് ആധാനം. അതുപോലെ 7 തരം സോമയാഗങ്ങളിൽ ആദ്യത്തേതാണ് അഗ്നിഷ്ടോമം. ആധാനത്തിന് 1 ദിവസം മതിയെങ്കിൽ സോമയാഗത്തിന് 6 ദിവസം വേണം. യാഗനിയമങ്ങൾ കർശനവുമാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂർ ജില്ലയിൽ സോമയാഗത്തിന് വേദിയാവുന്നു. യജ്ഞങ്ങൾ വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളാണ്. ആ കർമ്മകാണ്ഡത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ചിറക്കക്കോട് എളങ്ങള്ളൂർ മനയിൽ നടക്കുന്ന അഗ്നിയാധാനം സോമയാഗം. പർണശാല എന്ന് പറയാതുണ്ട്, യാഗശാല. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അത്ര പറയാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പണ്ട് മാളയിലേറ്റ വെച്ച് നടന്നൊരു യാഗം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, അതിൻ്റെ മുന്നത്തെ വർഷമായിട്ട് കണ്ണൂർ വെച്ചിട്ടുണ്ടായി, ഒരു കൈതപ്പുറത്ത് വെച്ചിട്ടൊരു യാഗം ഉണ്ടായി, സോമയാഗം. അപ്പോൾ ഞാൻ പോയില്ല, പറഞ്ഞു കേട്ടതാണ്. നിങ്ങളെല്ലാവരും പത്രത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചുമ്മാ അവിടെ നിന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് യാഗശാല. പണി നടന്നുകൊണ്ടിരിക്കുന്നു. പുല്ലേട്ടാ നമസ്കാരം. ഇതെന്താ പറഞ്ഞ ഈ ചെറുത് നീത്രയം എന്നാണ് അതിന് പറയുന്നത്. ഇത് ഈ കെട്ടിയിട്ടുള്ളത് അല്ലേ? അതിൻ്റെ അപ്പുറത്ത് മാർജരിയം. അതേതാ? അത് അതിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കാണുന്നില്ല. കാണുന്നത് അല്ലേ? അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ? ഉള്ളിലേക്ക് പോവാം. വൃത്തിയാക്കാം. യാഗത്തിന്റെ പ്രധാന ഇവിടെയാണ്. ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയായിരിക്കും. പ്രധാന ഹോമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണത്. ഇതിനെന്താ പറയാ? ഈ സ്ഥലത്തിന് എന്താ പറയാ? അഗ്നിഹോത്രവേദി. അതായത് യാഗത്തിന്റെ പ്രധാന ഹോമങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഇവിടെ. ശരിക്കും ഈ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ അങ്ങനെയുള്ള ഇതല്ല, അല്ലാണ്ട് മറ്റുള്ള ഇപ്പൊ വിഷ്ണു അങ്ങനെയുള്ള അല്ലല്ലോ. ഈ ദേവതാ സങ്കല്പത്തിന് മുമ്പുള്ള സംസ്കാരമാണെന്നാണ് പറഞ്ഞത്. മുന്നുള്ളതാണ്. അതായത് നമ്മുടെ അമ്പലങ്ങളിലുള്ള പോലുള്ള ഒരു രീതിയിലുള്ളതല്ല. വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം. അഥർവമുണ്ട്. നമ്മുടെ കേരളത്തിലില്ലല്ലോ. കേരളത്തിൽ ചെയ്യണവരില്ലല്ലോ. അതിന് ഈ ബ്രഹ്മനായിട്ട് ഒരാളെ എത്തുകയാണ് ചെയ്യുന്നത്. അത്ര അങ്ങനെയാണ്. അത് നമ്മുടെ നാട്ടില് അഥർവ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഥർവേദി, ചതുർവേദികളൊക്കെ ഇട്ടില്ല. അവർക്ക് അഥർവവും പഠിക്കണം. നമ്മുടെ നാട്ടിൽ ഇവിടെയാണ് പ്രധാന കാര്യങ്ങൾ. ഇത് യജമാനും പത്നിയും താമസിക്കുന്ന സ്ഥലം. 7 ദിവസം അല്ലേ? 7 ദിവസം അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കൂടി സമയമുണ്ടല്ലേ? അതിനുള്ളിൽ തീർക്കുണ്ടാവും ഇത്രയും സ്ഥലം. പിന്നുള്ളത് അത് സദഫ്. ഇതാണ് സദഫ്. സദസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമവേദം എല്ലാം സ്തുതികളും എല്ലാം ചെല്ലണ സ്ഥലമാണത്. ഇതിനുള്ളിലാണ്. ഇതിപ്പോൾ തുടങ്ങണം എന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അല്ലേ?
വെച്ചാൽ ഇതിന്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ട് ഇതിന് ഹോമകുണ്ടങ്ങൾ വരാനുണ്ട് 1 2 3 ഇതൊക്കെ കംപ്ലീറ്റ് ചാണകം മെഴുകും. കംപ്ലീറ്റ് ചാണകം മെഴുകി ഒക്കെ നല്ല ക്ലീൻ ആക്കി ഹോമകുണ്ടങ്ങൾ വരും. എത്ര ഹോമകുണ്ട ഉണ്ടാവും? 4 ഉണ്ടാവും. പണികൾ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ? അയ്യോ, ഇതിനെന്താ പറയാ? ഹവിർധാനവും ഉത്തരവേദി. അതിനെ പകുതിയാക്കിയിട്ട് ഒന്നിനെ ഹവിർധാനം എന്ന് പറയും, അപ്പുറത്തുള്ളതിന് ഉത്തരവേദി എന്ന് പറയും. ഹവിർധാനം, ഉത്തരവേദി ഇതിനെ പകുതിയാക്കും. ഈ ഒരു പർണശാല പകുതിയാക്കിയിട്ട് 2 സെപ്പറേറ്റ് ചെയ്തിട്ട്. ഇവിടെ ഉള്ളത് ഇത് മാർജാരിയം. ഇത് ആഗ്നിദ്രയം. അത് മാർജാരിയം. ഓ, എനിക്ക് കാര്യങ്ങളൊന്നും മുഴുവൻ ഓർത്ത് നിൽക്കില്ല. അതോ അവിടെ അതൊരു എന്താ പറയാ, ചെറിയൊരു ശിവനാണല്ലോ, ഈശ്വരസങ്കല്പം. ഇതിന് പെടണമെന്നല്ല വാസ്തവത്തിൽ. ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഇതൊക്കെ ഇത് ഇവർക്ക് പല ഇതിൽ ചെയ്യുന്ന ആൾക്കാർക്കും വേറെ എവിടെയും പോയി നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ രാത്രി ഇവിടെ സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. ഒരു സ്ഥലമാണ്. ഇതൊക്കെ അല്ലല്ല, ഇത് ഒരു പശുത്തൊഴുത്താണ്. ഈ കാണുന്നത് ഒരു പശുത്തൊഴുത്താണ്. ഇതിലത്തെ പശു, ഇവിടെ ഒരു പശുവിനെ കൊണ്ടു കിട്ടും, പശുവിനെയും കുട്ടിയും കൊണ്ടു കിട്ടും. ഇതിന്റെ പാലെടുത്തിട്ടാണ് അവിടുത്തെ കാര്യങ്ങളുള്ളത്. ഇത് അവർക്ക് കിടക്കാനുള്ള സ്ഥലം. ഇതിങ്ങനെ ഇതാണ് കിടക്കാനുള്ള, ഇവിടുത്തെ ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ, ശ്രമിക്കാനുള്ള സ്ഥലം. ഈ 7 ദിവസം ഇതിനുള്ളിലേക്ക് തന്നെയാവും. ഇവിടെയൊക്കെ തന്നെ പനമ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ കാണില്ല അവിടെ. ഇതൊക്കെ ഇവിടുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണേ. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക. നീ ഇത് കണ്ടിട്ടില്ലല്ലോ? കുട്ടൊന്നും കണ്ടിട്ടില്ല. കുട്ട ഇവിടെ എന്താന്ന് വിചാരിച്ചിട്ട് അവിടെ വന്ന് നിൽക്കണം. ഇതൊക്കെ ഇത് ഇതല്ലേ പനമ്പ്? സാധാരണ പനമ്പ് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കലവറയാണ് ഇത്. എൻ്റെ മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല. ഒരു കൗണ്ടർ തിരിച്ച് ഒക്കെ പുല്ല് വെക്കാനുണ്ടാവും, ചമതകൾ വെക്കാനുണ്ടാവും, ചില പാത്രങ്ങളൊക്കെ. അയ്യോ, അധികം വേണം ആൾക്കാരുണ്ടല്ലോ. അല്ല, നിങ്ങൾ വേഗം പോകുന്നത് കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഒരു വീട്ടിൽ പോകാൻ കേൾക്കാം. ഒരാളുടെ അഗ്നിധാനം നടക്കും. അഗ്നിധാനം നടക്കുന്നത് അത് ഇതിലാണ്. ഇതില് അഗ്നിധാനം നടത്തിയിട്ടാണ്. അഗ്നിധാനം കഴിഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, ആളാണ് ചെയ്യണത്. ഇത് മറ്റേ വെള്ളാമ്പറമ്പിന്റെ ഒരു ആധാനം കൂടി ആധാനം ചെയ്തിരിക്കുക. ഇനി അടുത്ത യജമാനാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ആള് ആധാനം ചെയ്ത് ഇതിന്റെ കൂട്ടത്തിൽ ആധാനം ചെയ്തിരിക്കേണ്ടത് മാത്രം. പിന്നെ അതിന് എല്ലാം ഈ വെളുത്തവാവിന്റെ പിറ്റേ ദിവസവും കറുത്തവാവിന്റെ പിറ്റേ ദിവസവും ഇഷ്ടി വേണം. അതിങ്ങനെ ആ അഗ്നി എങ്ങനെ സൂക്ഷിക്കണം. ആ അഗ്നിയാണ് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അരു പട്ടേരിയുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ അഗ്നി കൊണ്ടിട്ടാണ് ഇവിടുത്തെ കുണ്ടങ്ങൾ. എളങ്ങള്ളൂർ മന, ചിറക്കക്കോട് എളങ്ങള്ളൂർ മന അല്ലേ? എളങ്ങള്ളൂർ മന ഇതാണ്. മനയുടെ മുമ്പിലാണ് ഈ പർണശാല എന്നല്ലേ പറയാ? യാഗശാല ഇതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഈ കുഴി കുത്തുന്നതൊക്കെ എങ്ങനെയാ? അത് ബാരിക്കേഡ്. ഇതിന് അകത്തേക്ക് ആൾക്കാർ വരാൻ പാടില്ല, പ്രവേശനമില്ല. ഏറ്റവും പുറകില്ലേ ഇത് അഗ്നിഹോത്രവേദി. ഇത് യജമാന്റെ താമസിക്കാനുള്ള സ്ഥലം. ഇത് അഗ്നിഹോത്രവേദി. ഇത് സദസ്, പത്നിശാലാണ്. ഇത് സദസ്. അപ്പുറം അതിന്റെ അപ്പുറത്ത് ഹവിർധാനം, പകുതി ഹവിർധാനം, അതിനപ്പുറത്ത് ഉത്തരവേദി. പകുതി ഹവിർധാനം, പിന്നെ ഉത്തരവേദി. ഇവിടെ വരുന്നവർക്ക് 7 ദിവസം ഇല്ലേ? 7 ദിവസം വരുന്നവർക്കുള്ള ഭക്ഷണം രാവിലെ
10 മണി രാവിലെ 10 മുതൽ നേരം 3:30. 3:30 വരെ അതിന് വേണ്ടിയിട്ടുള്ള ഭോജനശാല അവിടെ പണിയാണ്. ഇത് 2 അടുപ്പ്, 2 വലിയ അടുപ്പ് അവിടെ അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന അടുപ്പുണ്ട്. അപ്പം എല്ലാവരും വരിക. ജാതി മത ഭേദമന്യല്ലേ, ഇവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. വരിക, കാണുക. ജീവിതത്തിൽ ഇനി അധികം അങ്ങനെ കാണാൻ പറ്റുന്നൊരു കാര്യമല്ല അത്, അല്ലേ? സോമയാഗം അങ്ങനെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതല്ല. എല്ലാവരും വരിക, എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ വരിക. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ആളുകൾ കാണട്ടെ, സോമയാഗം കാണട്ടെ. 7 ദിവസമാണ്. അതിരാത്രാണെങ്കിൽ 14 ദിവസം, 11 ദിവസം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണ്. ഇനി 28-ാം തീയതി മുതൽ 5-ാം തീയതി ഉള്ളൊരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം ഞാൻ വരുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും വരിക. അപ്പോൾ യാഗശാലയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കുട്ടികളെ കൊണ്ടൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക. അപ്പോൾ ശരി, ബൈ.